മുൻ കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനിയുടെ 15ാം ഓർമ്മ പെരുന്നാൾ ഇന്ന് സമാപിക്കും. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ചെങ്കുളം ഗ്രാമത്തിലെ കൊട്ടാരാഴിക്കത്ത് കുടുംബത്തിൽ എം കുരിക്കേശുവിന്റെയും ശോശാമ്മയുടെയും മൂത്ത മകനായി 1928 നവംബർ 25 കുഞ്ഞു എന്ന വിളിപ്പേരോടെ കെ മാത്യൂസ് ഭൂജാതനായി. മാത്യൂസ് തന്റെ ബാല്യകാലത്ത് വേങ്ങൂരിലെ തന്റെ മാതൃഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം തേവന്നൂർ ദേവിവിലാസം മിഡിൽ സ്കൂളിലും ചാത്തന്നൂർ സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ചാത്തന്നൂരിലെ NSS ഹൈസ്കൂളിലും പൂർത്തീകരിച്ചു. തിരുനെൽവേലിയിലെ പാളയംകോട് സെന്റ് ജോൺസ് കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റും തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദവും നേടി. 1953 നവംബറിൽ അന്നത്തെ കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത ആയിരുന്ന മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി ചെങ്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിലെ പള്ളിമുറിയിൽ വിശ്രമിക്കുമ്പോൾ നല്ലിലയിലെ VK ദാനിയേൽ അച്ഛനും ഇടവ വികാരി മുണ്ടയ്ക്കൽ MJ സ്കറിയ അച്ഛനും കൂടി ചെങ്കുളം UP സ്കൂളിലെ ഹെഡ് മാസ്റ്ററായി പ്രവർത്തിച്ചിരുന്ന 26 വയസ്സുള്ള മാത്യൂസിനെ കൂർലോസ് തിരുമേനിയുടെ അടുക്കൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. കൂർലോസ് തിരുമേനി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ട് കേവലം 5 മാസം മാത്രമേ ആയിരുന്നുള്ളൂ. അന്നും ഇന്നും മലങ്കരുടെ സൂര്യ തേജസ്സായി പ്രശോഭിച്ചിരുന്ന കൂർലോസ് തിരുമേനിയുടെ "എന്നോടൊപ്പം വരുന്നോ" എന്ന ചോദ്യത്തിന് "ഞാൻ വരാം" എന്ന പെട്ടെന്നുള്ള മറുപടി വൈദിക പദവിയിലേക്കുള്ള ദൈവിക വിളിയായി മാറി. അന്നു മുതൽ തന്റെ ജോലിയും ഉപേക്ഷിച്ച് കൂർലോസ് തിരുമേനിയോടൊപ്പം മാത്യൂസ് യാത്രയായി. വൈദിക പഠനത്തിനായി കൂർലോസ് തിരുമേനി മാത്യൂസ് സാറിനെ കോട്ടയം വൈദിക സെമിനാരിയിലേക്ക് അയച്ചു. തുടർന്ന് 1958 GSTയും കരസ്ഥമാക്കി. 1957 മാർച്ചിൽ ഒതറ സെന്റ് ജോർജ് ദേറയിൽ വെച്ച് മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയിൽ നിന്ന് ഷെമ്മാശ പട്ടവും 1957 ഏപ്രിലിൽ കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിൽ വെച്ച് മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്തയിൽ നിന്ന് പൂർണ്ണ ഷെമ്മാശ പട്ടവും സ്വീകരിച്ചു. 1958 മാർച്ച് 25 കൊട്ടാരക്കര കോട്ടപ്പുറം മാർ ഇഗ്നാത്തിയോസ് ദേവാലയത്തിൽ വെച്ച് മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയിൽ നിന്ന് കാശീശ പട്ടവും 1978 ചെങ്ങമനാട് ദേറയിൽ വെച്ച് സന്യാസ വ്രതവും സ്വീകരിച്ചു. 1958 കോട്ടയം മാർ ഏലിയ ചാപ്പലിൽ അസിസ്റ്റന്റ് വികാരിയായും തുടർന്ന് 1959 വികാരിയായും നിയമിതനായി. 1961 മാന്നാനം സെന്റ് ജോസഫ് കോളേജിൽ നിന്നും B.Ed ബിരുദവും 1969 ബാംഗ്ലൂർ റീജിയണൽ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇംഗ്ലീഷ് വിഷയത്തിൽ പ്രത്യേക ബിരുദവും നേടി. കൊല്ലം സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയം, തിരുവനന്തപുരം സെന്റ് ജോർജ്, പുനലൂർ പേപ്പർ മിൽ സെന്റ് ജോർജ്, വഴുവടി മാർ ബെസലിയോസ്, കൊട്ടാരക്കര കോട്ടപ്പുറം മാർ ഇഗ്നാത്തിയോസ്, അറുന്നൂറ്റിമംഗലം മാർ കുര്യാക്കോസ് എന്നീ ദേവാലയങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. അധ്യാപന രംഗത്ത് ദീർഘകാലം വിവിധ സ്കൂളുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരും തലമുറകൾക്ക് അറിവിന്റെ ജ്വാലകം തുറന്നു നൽകി. 1950 ചാത്തന്നൂർ NSS ഹൈസ്കൂൾ, കാട്ടൂർ NSS, ചേങ്കുളം MMM UP സ്കൂൾ, കോട്ടയം MD സെമിനാരി ഹൈസ്കൂൾ, ചെവ്വള്ളൂർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂൾ എന്നിവിടങ്ങളിൽ നീണ്ട 25 വർഷം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 2 തവണ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹം 3 തവണ കൊല്ലം ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു. സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിന്റെ വൈസ് പ്രസിഡന്റും ചെങ്ങമനാട് ബദൽഹേം ആശ്രമത്തിന്റെ സുപ്പീരിയറുമായിരുന്നു. 1982 ഡിസംബർ 28 തിരുവല്ല MGM ഹൈസ്കൂളിൽ കൂടിയ മലങ്കര അസോസിയേഷൻ യോഗത്തിൽ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1983 മെയ് 14 പരുമല സെമിനാരിയിൽ മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത അദ്ദേഹത്തെ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. 1985 മെയ് 15 പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് പരിശുദ്ധ ബെസലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക അദ്ദേഹത്തെ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് എന്ന നാമത്തിൽ എപ്പിസ്കോപ്പയായി വാഴിച്ചു. 1985 മുതൽ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് കൊല്ലം ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് മെത്രാപ്പൊലീത്തയായും 1991 ഒക്ടോബർ 25 മെത്രാപ്പൊലീത്തയായും സ്ഥാനാരോഹണം ചെയ്തു.
1992 ജനുവരി 10 മുതൽ കൊല്ലം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തയായി പ്രവർത്തിച്ചു. 1999 മുതൽ 2004 വരെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ചുമതലയും അദ്ദേഹം നിർവഹിച്ചു. ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ പ്രസിഡന്റായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള അദ്ദേഹത്തിന്റെ സമീപനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും നിരവധി വിശ്വാസികൾക്ക് പ്രചോദനമായി. ലാളിത്യവും സമാധാനവുമായിരുന്നു എപ്പിഫാനിയോസ് തിരുമേനിയുടെ പ്രധാന സവിശേഷതകൾ. ഈ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മലങ്കരയിലെ സൗമ്യ തേജസ് എന്ന പേര് നൽകി. എത്ര തിരക്കേറിയ ജോലികൾ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹം തന്റെ ഭദ്രാസനത്തിലും പുറത്തുമുള്ള മരണവീടുകൾ സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു. താഴ്മ, ദൈവസ്നേഹി, മികച്ച സംഘാടകൻ, പ്രാസംഗികൻ, സമർപ്പിത സേവകൻ എന്നിവ കാരണം അദ്ദേഹം ഇതര സമുദായങ്ങൾക്കിടയിൽ മാതൃകയായിരുന്നു. ഒരു മെത്രാപ്പൊലിത്ത എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് നല്ല ഇടയനായി എന്നും ശോഭിച്ചിരുന്നു. മലങ്കര സഭയുടെ സൂര്യ തേജസ്സായി പ്രശോഭിച്ചിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ അരുമ ശിഷ്യനായി എക്കാലവും അറിയപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്നു. മാത്യൂസ് മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലിത്ത തന്റെ എപ്പിഫാനിയോസ് എന്ന നാമത്തിന്റെ അർത്ഥമായ തേജസ് ഉള്ളവൻ, മഹത്വാൻ, പ്രകാശത്തിന്റെ ഉദയം എന്നീ നാമങ്ങൾ അനർത്ഥമാക്കിക്കൊണ്ട് മലങ്കരയുടെ സൗമ്യ തേജസ്സായി 2009 ഫെബ്രുവരി 9 രാവിലെ 11:15 മാർ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. കൊല്ലം സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ അഭിവന്ദ്യ മാർ എപ്പിഫാനിയോസ് പിതാവിനെ കബറടക്കി.